ഇലക്ഷൻ ബസ് മലപ്പുറം ഗവൺമെന്റ് കോളേജിലേക്ക് എത്തിയിട്ടുണ്ട്. യുവാക്കളുടെ മനസ്സിൽ എന്താണ് എന്ന് ബസ് പരിശോധിക്കുകയാണ്. നമുക്ക് മലപ്പുറം ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികൾ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ പ്രതീക്ഷകൾ പങ്കുവെക്കുന്നത്? ഈ കുട്ടികളെ സ്വാധീനിക്കാൻ കഴിഞ്ഞാൽ അത് വോട്ടിലുണ്ടാക്കുന്ന മാറ്റം ചില്ലറയായിരിക്കില്ല. കാരണം യുവ വോട്ടർമാരുടെ എണ്ണം വളരെ വളരെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ യുവതലമുറ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് അറിയാനാണ് നമ്മൾ മലപ്പുറം ഗവൺമെന്റ് കോളേജ് ക്യാമ്പസിലെത്തിയിട്ടുള്ളത്. ഇതെന്താ തിരിഞ്ഞു പോണേ? ഇങ്ങോട്ട് വാ വാ വാ. പൊതുവേ നിങ്ങളൊന്നും അങ്ങനെ രാഷ്ട്രീയം ശ്രദ്ധിക്കില്ല എന്നൊക്കെയാണ് എല്ലാരും പറയാറുള്ളത്. അങ്ങനെ ആണോ? എല്ലാം ശ്രദ്ധിക്കാറുണ്ട്. ആണോ? ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കാ മുൻതൂക്കം? ജനങ്ങൾ തീരുമാനിക്കട്ടെ ആർക്കാണ് മുൻതൂക്കം. ഭരണം മാറാൻ സാധ്യതയുണ്ട്. എന്താ തോന്നണേ? സാധ്യത ഉണ്ട്. 50-50. ലീഗിന്റെ കോട്ടയെന്നാണല്ലോ എല്ലാരും പറയാറുള്ളത്. ലീഗ് ഇങ്ങനെ അപ്രമാദിത്വം തുടർന്നുകൊണ്ടേ ഇരിക്കോ ഇവിടെ മലപ്പുറത്ത്? അതിനാണ് ചാൻസ് ഉള്ളത്. ഇവിടെ പറയടോ, എന്താണ്? കാലങ്ങളായിട്ട് ജയിച്ചു വരുന്നത് വലത് മുന്നണികൾ തന്നെയാണ് ജയിച്ചു വരുന്നത്. എന്നിരുന്നാൽ പോലും നമുക്ക് ഇടതിന് ചെറിയൊരു സാധ്യത എന്നുള്ള രീതിയിൽ കാണാൻ സാധിക്കുകയുള്ളൂ. 2 തവണയായിട്ടുള്ള സർക്കാർ നമ്മൾ ഈ ക്യാമ്പസിനാണെങ്കിലും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയ്ക്കാണെങ്കിലും ഇപ്പോൾ KSRTC അതുപോലെ തന്നെ ഈ ക്യാമ്പസിന് ഇപ്പോൾ ഒരു 5 കോടിയോളം പാസ്സായിട്ടുണ്ട്. അതുപോലെ സ്കൂളുകളാണെങ്കിലും അതുപോലെ തന്നെ ഡിഗ്രി കോഴ്സുകൾ ഫ്രീ ആക്കി നമ്മൾ നല്ല രീതിയിലുള്ള ഒരു സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ആണോ നിങ്ങൾ പിണറായി സർക്കാരിന്റെ കാലത്ത് എത്ര കോളേജുകളും എത്ര യൂണിവേഴ്സിറ്റികളും കൊണ്ടുവന്നെന്ന് അവർക്ക് പറയാൻ കഴിയുമെന്ന് ഒന്ന് ചോദിച്ചു. ഈ ഒരു 10 വർഷക്കാലം ഏത് യൂണിവേഴ്സിറ്റിയാണ് മോശമുള്ളത്? അപ്പൊ നിങ്ങളെ കൊണ്ട് കഴിയൂല, നിങ്ങൾ തെളിയിച്ച് ഓൾറെഡി ഉള്ളതിനെ മെച്ചപ്പെടുത്തി എടുക്കും കൂടെ വേണ്ടേ? അല്ലാതെ ഉള്ളത് ഈ പുതിയത് കുറെ കൊടുന്നു വെച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മൾ ഈ ക്യാമ്പസിനകത്ത് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറെ PhD അതുപോലെ റിസർച്ചിന്റെ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. അതിനൊക്കെ നിലവാരം ഉണ്ടോ? നിങ്ങൾ പഠിച്ചിറങ്ങിയാൽ നിങ്ങൾക്ക് ജോലി കിട്ടും എന്നൊരു ആത്മവിശ്വാസം, നാട്ടിൽ തന്നെ ജോലി കിട്ടും എന്നൊരു ആത്മവിശ്വാസം ഉണ്ടോ? ഈ ക്യാമ്പസിന് ഇപ്പോൾ ഈ വർഷം ഇറങ്ങുന്നത് ഒരു 500 കുട്ടികളോളം ഇറങ്ങും. അവർക്കൊക്കെ ജോലി കൊടുക്കാൻ നമ്മളൊരു സർക്കാരിനെ കൊണ്ടോ അല്ലെങ്കിൽ കഴിയില്ല. ഈ ഗവൺമെന്റിന് എങ്ങനെയാണ് ഇത്രയും ജോലി സാധ്യതകൾ തരാൻ കഴിയുക? കാരണം അത്രയും പിൻവാതിൽ നിയമനം നടക്കുന്നുണ്ട്. പിൻവാതിൽ നിയമനം നടക്കുമ്പോൾ എങ്ങനെയാണ് ഈ പഠിച്ച് ഇറങ്ങുന്ന കുട്ടികൾക്ക് വിശ്വസിച്ച് പഠിച്ചിറങ്ങാൻ കഴിയുക? ഇങ്ങനെയൊക്കെ പറയുന്നു, ശരിയാണോ? പെട്ടെന്നൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും അധ്യാപകർക്ക് വേണ്ടിയിട്ടാണെങ്കിലും പെട്ടെന്ന് കേട്ടിട്ട് നിർബന്ധമാക്കി. അതേപോലെ തന്നെ FIUGP എന്ന് പറഞ്ഞ സിസ്റ്റം കൊണ്ടുവന്നു. അത് പെട്ടെന്നുള്ളൊരു മാറ്റമാണ്. അതിലേക്ക് ആരും അഡ്ജസ്റ്റ് ആയിട്ടില്ല. മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്, തീർച്ചയായും ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് ഇപ്പോഴും ഒരു സ്റ്റേബിൾ ആയ ഒരു കണ്ടീഷനിലായിട്ടില്ല. ഇല്ല, ഇപ്പോഴത്തെ FIUGPക്കാർ ഇപ്പോൾ സെക്കൻഡ് ഇയർ ആയിരിക്കും. ഒരു കൊല്ലം കഴിഞ്ഞല്ലോ. എന്താണ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇമ്പാക്ട്? എങ്ങനെയാണ്? ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ലെവലിലുള്ള സിലബസ് ആണ് ഞങ്ങളിപ്പോൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അത് മാറ്റം നല്ല രീതിയിലല്ല. കൂടുതൽ ബ്രോഡായിട്ട് ഒരു സബ്ജക്റ്റിനെ പറ്റി പഠിക്കുന്നുണ്ട്. നമ്മളെ കോർ സബ്ജക്റ്റിന്റെ അപ്പുറത്ത് ബാക്കി താല്പര്യമുള്ള സബ്ജക്റ്റുകൾ പഠിക്കാൻ പറ്റുന്നുണ്ട്. നല്ല കാര്യമാണോ തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം. നമ്മുടെ കോളേജിൽ ഏത് മൈനറാണോ ഉള്ളത് അത് ചൂസ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് BBA മൈനറായിട്ട് ചൂസ് ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷെ നമ്മുടെ കോളേജിൽ BBA ഇല്ല. അതുകൊണ്ട് ഒരിക്കലും എൻ്റെ ഫ്രീഡം അവിടെയും എനിക്ക് മുഴുവനായിട്ട് കിട്ടുന്നില്ല. അതൊരിക്കലും പറയാൻ പറ്റില്ല. നമ്മൾ ഉള്ളതിൽ നമ്മൾ ചൂസ് ചെയ്യുക, അങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കൂടുതൽ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ജോലിയാണ് നമുക്ക് വേണ്ടത്. സ്കിൽ അക്വയർമെന്റ് കോളേജുകളിൽ നടക്കുന്നുണ്ടോ? സ്കിൽ അക്വയർമെന്റ് കോളേജുകളിൽ പൊതുവെ കുറവാണ്. കാരണം നമ്മൾ എഴുത്തും വായനയും കുറച്ച് തിയറിയാണ് നമ്മൾ കുറച്ചുകൂടെ മുൻതൂക്കം കൊടുക്കുന്നത്. പക്ഷെ അത് കുറച്ച് പ്രാക്ടിക്കൽ ആവണം. എഡ്യൂക്കേഷൻ എന്താ സർക്കാരിനോടൊക്കെ പറയാനുള്ളത്? അപ്പോൾ പോലെയുള്ള കുറെ പദ്ധതികൾ സർക്കാരൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതിനൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ല. പക്ഷെ കുറച്ചുകൂടെ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഈ UG PG-യിലൊക്കെ ഉൾപ്പെടുത്തണമെന്ന്, അഡീഷണൽ ആയിട്ട് ഉൾപ്പെടുത്തണമെന്ന്. അപ്പം അതൊക്കെ വോട്ടിലൂടെ നിങ്ങൾ ആവശ്യപ്പെടും, അങ്ങനെയാണോ? എല്ലാം ആവശ്യപ്പെടണം. എൻ്റെ ക്ലാസ്സിൽ ഇന്നലെ ഒരു അധ്യാപിക വന്നുകൊണ്ട് പറയാണ് കേരള ഗവൺമെന്റ് വിദ്യാർത്ഥികൾക്കായിട്ട് ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കാരണം. പക്ഷേ ഇതിലൊരു അപാകത എന്താണെന്ന് വെച്ചാൽ ഈ ഇന്റേൺഷിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 4000 മുതൽ 5000 രൂപ വരെ ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കണം. ഇപ്പോൾ ഈ 60 അവർ ഇന്റേൺഷിപ്പ് നിർബന്ധമാക്കുന്ന സാഹചര്യത്തിൽ ഈ കോളേജിൽ തന്നെ 500 കുട്ടികൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യൽ നിർബന്ധമായിട്ട് വരാണ്. നമ്മൾ 5000 രൂപ 6000 രൂപ അങ്ങോട്ട് കൊടുക്കുകയാണ്. കേരള ഗവൺമെന്റ് ഇതാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. വിദ്യാഭ്യാസ കച്ചവടമല്ല ഇതിൽ നടക്കുന്നത്. ഈ 10 വർഷം നമ്മുടെ ഒരു സർക്കാർ കഴിഞ്ഞു. ഇനി അടുത്ത സർക്കാർ വരുമോ അതോ ഇവർ തുടരുമോ എന്നൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ട സേഫ്റ്റി, സെക്യൂരിറ്റി, അതിന് നിങ്ങളിൽ കൂടുതൽ പേർക്ക് അനുഭവങ്ങൾ ഉണ്ടാവും, എനിക്കറിയാം. ഉറപ്പായിട്ടും ഉണ്ടാവും അല്ലേ? എന്താ പറയാനുള്ളത്? AI ക്യാമറകൾ പ്ലേസ് ചെയ്യും. രാത്രി സ്ത്രീകൾ നടന്നു പോകുമ്പോൾ അവരുടെ സംരക്ഷണത്തിനായി അവർക്ക് പ്ലേസ് ചെയ്യും. എന്തെങ്കിലും ആപത്തുണ്ടെങ്കിൽ പെട്ടെന്ന് അലാം കേൾക്കും. അതേപോലെ തന്നെ പോലീസുകൾ വരും, പോലീസുകൾ വരും. അത് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നല്ലൊരു കാര്യമാണ്. പക്ഷെ അത് റൂമർ മാത്രമായിട്ട് ഒതുങ്ങി പോകുമോ എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ആശങ്കയുള്ളൊരു കാര്യം തന്നെയാണ്. ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അങ്ങനെ. അപ്പം എനിക്കാണെന്നുണ്ടെങ്കിൽ 1-2 തവണ ബസ്സിൽ വളരെ മോശം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ സേഫ് ആണ് എന്ന് പറയാനുള്ളൊരു ഇതിൽ എത്തിയിട്ടില്ല. അതാണ് ഈ ചോദിച്ചു വരുന്നത്. നിങ്ങൾ അതൊക്കെ ആവശ്യപ്പെടുവോ എന്നാണ് അറിയേണ്ടത്. ആവശ്യപ്പെടുവോ? വീട്ടിൽ പോയി ചോദിച്ചാലാണ് പറയണത്. പിന്നെ ഞങ്ങളെങ്ങനെ ചോദിക്കാം?
സർക്കാരിനോട് ചോദിച്ചാൽ വീട്ടിൽ പോയി ചോദിക്കാൻ പറയുന്നത്. അത് വീട്ടിൽ പോയി ചോദിച്ചിട്ട് കാര്യമുണ്ടോ? സർക്കാരിനോട് ചോദിക്കാനുള്ള സർക്കാരിനോടാണ് ചോദിക്കണം. അതിന് ഉത്തരം തരിക എന്നുള്ളത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. നമ്മൾ വീട്ടിൽ പോയി ചോദിക്കാന്നല്ല അതിന്റെ അർത്ഥം പറയുന്നത്. നമ്മള് വീട്ടിൽ പോയി ചോദിക്കാന്ന് പറഞ്ഞാൽ തന്റെ പേരെ പോയി ചോദിക്കാൻ തന്നെ. അല്ല, ഞാൻ പറയുന്നത് അതല്ല. നമ്മളെ പുരുഷന്മാരാണല്ലോ ഈ സ്ത്രീകളെ ബുദ്ധിമുട്ടാക്കുന്നത്. അപ്പൊ പുരുഷന്മാര് നന്നായ പോരെ? നമ്മളെ സമൂഹത്തിലുള്ള കേരളത്തിൽ ഇപ്പോൾ അത് 3.5 കോടി ജനങ്ങളുണ്ട്. അതിൽ എത്രത്തോളം പുരുഷന്മാരുണ്ട്? അവർ ഓട്ടോമാറ്റിക്കലി ഇത് മാറിക്കഴിഞ്ഞാൽ പ്രശ്നം തീരും. ബാക്കിയുള്ള രാജ്യങ്ങൾ വേണ്ട. അതല്ല ഞാൻ പറയുന്നത് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ അങ്ങനെ ഒരു സംഭവം ഒരാളുടെ നിന്ന് ഉണ്ടായാ നാളെ അത് ഉണ്ടാവില്ല എന്ന് ഉറപ്പാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നിയമ സംവിധാനം ഇവിടെ വർക്ക് ചെയ്യണം. അത് വേണ്ടേ? ഉണ്ട്. അതിന് പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ സംഭവം നമ്മളിപ്പോൾ ഇവരെ നമ്മൾ ജയിലിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൗൺസിലിംഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും പിന്നെ ഇതേ റിപ്പീറ്റ് ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അത് ഒരു അല്ല, ഇവരെ നന്നാവുന്നില്ല. എന്താ ചെയ്യാ? ആണുങ്ങളടുത്തു നിന്നാണ് വരുന്നത്, അല്ലാതെ സർക്കാർ പറഞ്ഞു വിട്ടിട്ടൊന്നല്ലല്ലോ നമ്മളെ തൊടാനും പിടിക്കാനും അല്ലാതെ അസോൾട്ട് കേസൊന്നും വരുന്നത്. അപ്പോൾ പക്ഷെ അവിടെയൊക്കെ ഒരു ചെറിയ പ്രശ്നം എന്താ വെച്ചാൽ നാളെ മേലാൽ അങ്ങനെ ചെയ്യാൻ തോന്നാത്ത തരത്തിലുള്ള ശിക്ഷാവിധി ഉണ്ടാവുമ്പോഴാണ് ഇതുപോലത്തെ ആൾക്കാര് പിന്നെ അത് ചെയ്യാൻ ധൈര്യം കാണിക്കാതിരിക്കുക. അല്ലല്ല, ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോ സ്ഥലത്തും പോലീസിംഗ് നന്നാവണം, സർക്കാർ നന്നാവണം, മേലാൽ ഇങ്ങനെ ചെയ്യരുത് എന്ന് തോന്നുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടാവണം. അതിൽ സംശയം ഉണ്ടോ? ഇപ്പോൾ ടെലിഗ്രാമിലൂടെ ഒരു പെൺകുട്ടീൻ്റെ ഒരു മോശമായിട്ടുള്ള പോസ്റ്റ് ഇട്ടു. പോലീസിൽ നമ്മൾ കംപ്ലൈന്റ് കൊടുത്തു. ആ ടെലിഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തു. പോലീസ് എന്ത് ചെയ്യും? കൈയും കെട്ടിരിക്കും. കാരണം പോലീസിന് അറിയില്ല ഒരു ടെലിഗ്രാമിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പോലീസിന് ഒന്നും ചെയ്യാനില്ല. അപ്പം നമ്മളൊരു ഹെൽപ്പ് സീക്ക് ചെയ്യുമ്പോൾ പോലീസ് എന്താ പറയാ, നിങ്ങളത് എന്തിനാണ്, നിങ്ങൾക്കത് വരാതിരിക്കാൻ ശ്രമിച്ചുകൂടായിരുന്നു, അങ്ങനെ പറയുള്ളൂ. അല്ലാണ്ട് ആ ആളെ കണ്ടുപിടിക്കാൻ ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തൊന്നും ഇല്ല. ഓക്കെ, എന്തായാലും ഇത് ഗവൺമെന്റ് കോളേജ് മലപ്പുറത്തെ നല്ല ചുറുചുറുക്കുള്ള കുട്ടികളെയാണ് നമ്മൾ കണ്ടത്. പരീക്ഷ നടക്കുകയാണ്. ഇവരൊക്കെ നമ്മൾ പിടിച്ച് എന്താ പറയുക കുറച്ചു നേരം നിർത്തിയിട്ട് പരീക്ഷക്കാലാണ്. എല്ലാവരും പോയി നന്നായി പരീക്ഷയൊക്കെ എഴുതിക്കൊള്ളട്ടെ. പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതുക. തെരഞ്ഞെടുപ്പിൽ വോട്ടുള്ളവർ വോട്ടൊക്കെ ചെയ്യുക. മലപ്പുറം ജില്ലയിലെ ചൂടിങ്ങനെ കൂടി വരിക. അപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത സ്ഥലത്ത് നമുക്ക് കാണാം.